ആകാശം നോക്കിയേ, അതാ ചിട്ടിപ്പാറ മല കയറാൻ തുടങ്ങി. നമ്മളെന്തായാലും ഒരല്പം താമസിച്ചു. സൺറൈസ് കാണാനായിട്ട് ഓടി കയറിയതാണ്. എൻ്റെ പൊന്നോ കിളി പോയി. അങ്ങനെ നമ്മൾ നടന്ന് പകുതി വഴിയായി, പകുതി മല കയറി. എന്തായാലും ആരും ഓടിക്കയറാൻ നിൽക്കണ്ട കേട്ടോ, നല്ല ക്ഷീണമുണ്ട്, നല്ല കുത്തു കയറ്റമാണ്. അങ്ങനെ നടന്നതാ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു അടിപൊളി വ്യൂ ആണ്. ഇതാ അങ്ങ് ദൂരെ കണ്ടോ, മൊത്തം ഫ്ലാറ്റ് കാണും. തിരുവനന്തപുരത്തിൻ്റെ ഭാഗം എങ്ങാനായിരിക്കും. നമ്മളങ്ങനെ പകുതി വഴിയായി. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പായലുണ്ട് കേട്ടോ. മഴ പെയ്ത് മൊത്തം പായൽ പിടിച്ച് കിടക്കുകയാണ്. നോക്കിയേ, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ നല്ല മൂടൽ മഞ്ഞും പ്രതീക്ഷയാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ ചീറ്റിപ്പോയി. അങ്ങനെ നമ്മളിതാ മേളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സൺറൈസ് കഴിഞ്ഞു. ഇപ്പോൾ മണി 7 കഴിഞ്ഞു. ഇവിടേക്ക് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വെളുപ്പിനൊരു 6 മണിക്ക് എത്തുന്ന രീതിയിൽ പറഞ്ഞു, എന്നാലേ ഉപയോഗം. അങ്ങനെ നമ്മളിതാ ഏതാണ്ട് ടോപ്പിലെത്തി. ഇവിടെ വെളുപ്പിനെ നിറയെ ആളാണ് കേട്ടോ, നല്ല തിരക്കാണ്. അങ്ങനെ നമ്മളിതാ എത്തി. ഇതാണ് ടോപ്പ്. അപ്പോൾ ചിട്ടിപ്പാറയിലേക്ക് വരാനുള്ള വഴി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം പൊന്മുടി റൂട്ടിൽ വിതിര എത്തുന്നതിന് മുമ്പായിട്ട് ഇരുതലമൂല എന്ന് പറയുന്നൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ വലത്തേക്ക് തിരിഞ്ഞാണ് ഇവിടേക്ക് വരേണ്ടത്. സാധാരണ ഈ സമയത്ത് ഇവിടെ ഈ താഴ്ഭാഗം മൊത്തം നല്ല മൂടൽ മഞ്ഞാണ്, നല്ല കോട മഞ്ഞ് ഇറങ്ങി കിടക്കും. ഇവിടെ മൊത്തം നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റ്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഈ സ്ഥലം ഒരുപാടങ്ങ് ഉയരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ചുറ്റുമുള്ള സ്ഥലമൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയുടെ ഒരു കാൽഭാഗമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്കും ബൈനോക്കുലർ ഉണ്ടെങ്കിൽ എടുത്തേക്കണം കേട്ടോ. ബൈനോക്കുലറിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ നല്ല മഞ്ഞുള്ള സമയത്ത് ബൈനോക്കുലർ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഈ താഴ്ഭാഗം മൊത്തം നല്ല മൂടൽ മഞ്ഞായിരിക്കും. ഇവിടെ ഈ കുറച്ച് ഭാഗത്തൊക്കെ ചെറുതായിട്ട് മഞ്ഞുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ഈ സ്ഥലമൊക്കെ വിതിരയും ചായയും ഒക്കെ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഈ കാണുന്നത് മൊത്തം ബ്രൈമൂർ, പൊന്മുടി, അഗസ്ത്യമല, ആ മലനിരകളാണ് കേട്ടോ. എന്തായാലും തിരുവനന്തപുരത്തുകാർ ഒരു കാരണവശാലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. രാവിലെ ഒരു 6 മണിക്കൊക്കെ കയറിയിട്ട് ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്കും തിരിച്ചിറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. അത് വെളുപ്പിനുള്ള സൂര്യോദയം കാണാനായിട്ടുള്ള സ്ഥലമാണ്. അത് കണ്ട പൊന്മുടിയുടെ മുകളിലെ മലയ്ക്ക് ചുറ്റും കോടമഞ്ഞൊരു റിങ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന വഴി. എന്തായാലും ചിട്ടിപ്പാറ കണ്ടു, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനി പതുക്കെ വെയിലുള്ളത് താഴേക്ക് ഇറങ്ങും. അപ്പോൾ ഇതുവരെ ചിട്ടിപ്പാറ കണ്ടവർ അഭിപ്രായം പറയുമല്ലോ, കാണാത്തവർ പോയി കണ്ടിട്ട് വന്ന അഭിപ്രായം. മച്ചന്മാരെ, ചിട്ടിപ്പാറ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതുവരെ പോയിട്ടില്ലാത്തവർ എന്തായാലും ഒരു ദിവസം വെളുപ്പിന് തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം വെളുപ്പിന് നല്ല കിടിലൻ വ്യൂ ആണ്. ഭാഗ്യമുണ്ടെങ്കിൽ മൂടൽ മഞ്ഞിറങ്ങുന്നത് കാണാം. അപ്പോൾ നമ്മുടെ പുതിയ ലൊക്കേഷനുകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. അതിൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി ലൊക്കേഷൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. പ്രവീൺ.